എന്തൊരു നാടകമാണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പിറകെ പോകുന്നത്? മാധ്യമങ്ങൾക്ക് മറ്റു വാർത്തയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും സംഘവും മുഖ്യമന്ത്രിയെ കാണുന്നു. ഒന്നാം വാർത്തയായിരുന്നു, ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയെ കാണാനെത്തി എന്ന്. എന്താണ് പ്രശ്നം? സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ KSUക്കാർക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല. അതോടൊപ്പം RSSകാരന്, സംഘപരിവാറുകാരന്, മുൻ SFI നേതാക്കൾക്ക് ഒക്കെ വലിയ പരിഗണന നൽകി എന്നാണ് KSUവിൻ്റെ ആരോപണം. KSU മാത്രമല്ല, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസും ഈ ആരോപണം ഉന്നയിച്ചു. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പിന്മാറിയിട്ടില്ല, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. KSU നേതാക്കളും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് ഒരു മറുപടിയും നൽകിയില്ല. മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സമയം അനുവദിച്ചില്ല. അതൊക്കെ വാർത്തയായി, ചർച്ചയായി. അങ്ങനെയാണ് അലോഷ്യസ് സേവ്യറിന് സമയം അനുവദിക്കുന്നു മുഖ്യമന്ത്രി. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അടക്കമുള്ള KSU നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നു. കണ്ടതിന് ശേഷം പുറത്തേക്ക് വന്നു, മാധ്യമങ്ങളെ കണ്ടു. എന്താണ് പറഞ്ഞത് എന്ന് നോക്കൂ. സംതൃപ്തിയുണ്ടോ? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? അതാണ് പ്രധാന. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണല്ലോ. സർക്കാർ ഏത് തരത്തിലേക്കുള്ള തീരുമാനമാണ് എടുക്കുന്നത് എന്ന് നമുക്ക് അത് ഫോർകാസ്റ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ലല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഇതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവര് അതിൽ ഉചിതമായി KSUവിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പുറത്തേക്ക് ഇറങ്ങി വന്ന അലോഷ്യസ് സേവ്യറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് പ്രശ്നം പരിഹരിച്ചോ എന്നാണ്. അതൊക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറഞ്ഞു, ഇതാണ് മറുപടി. എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിച്ചില്ല എന്ന്. പ്രതീക്ഷയുണ്ട്, പരിഹരിക്കും എന്നാണ് പറയുന്നത് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ പുറത്തു വന്ന വാർത്ത ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യം VD സതീശൻ KSU നേതാക്കളെ അറിയിച്ചു. ഇനി മാറ്റം വരുത്തിയാൽ അത് മുഖ്യമന്ത്രിക്ക് നാണക്കേടാകും. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. മറ്റേതെങ്കിലും മന്ത്രിയാണ് കൈകാര്യം ചെയ്തത് എങ്കിൽ മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്ത് മന്ത്രിയെ കൊണ്ട് മാറ്റിപ്പിക്കാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കോട്ടവും പറ്റില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇടപെട്ടു, KSU പ്രവർത്തകരുടെ നേതാക്കളുടെ ആശങ്ക പരിഹരിച്ചു എന്നൊക്കെ വലിയ വാർത്ത നൽകുകയും ചെയ്യാം. എന്നാൽ ഇവിടെ രക്ഷയില്ല. മുഖ്യമന്ത്രി തന്നെയാണ് നിയമനം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്വന്തം താല്പര്യപ്രകാരമാണ് നിയമനം നടത്തിയിരിക്കുന്നത് എന്ന് ആരോപിച്ചത് ലോയേഴ്സ് കോൺഗ്രസ് ആണ്. ആ ആരോപണത്തിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു. ചില തൽപര കക്ഷികളാണ് ഈ പട്ടിക കൈമാറിയത് എന്ന ആരോപണം പോലും ഉന്നയിച്ചു ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പരസ്യമായി മാധ്യമങ്ങളോട്. അതുകൊണ്ട് ഇനി പിൻവാങ്ങിയാൽ അത് വലിയ നാണക്കേടാകും മാരിക്ക്, മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തൽക്കാലം പിൻവാങ്ങില്ല, നിയമിച്ചത് നിയമിച്ചു, ഇനി അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറഞ്ഞു മുഖ്യമന്ത്രി VD സതീശൻ KSU നേതാക്കളോട്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ KSUവിനെ വീണ്ടും തള്ളി. നേരത്തെ വാർത്താ സമ്മേളനത്തിലാണ് പരസ്യമായി തള്ളി പറഞ്ഞത്. KSUവിൻ്റെ ലോ കോളേജ് യൂണിറ്റ് അല്ല സർക്കാർ അഭിഭാഷകരെ എങ്ങനെ നിയമിക്കണം, ആരെ നിയമിക്കണം എന്ന് പറയേണ്ടത്. അതൊക്കെ സർക്കാർ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതേ മുഖ്യമന്ത്രി തന്നെ ലോയേഴ്സ് കോൺഗ്രസ് കൊണ്ടുവന്ന പട്ടിക കാണിച്ച് ഈ പട്ടികയിൽ പെട്ടവരെയാണ് നിയമിച്ചത്. സത്യത്തെ സത്യപ്രതിജ്ഞ ലംഘനമാണ്. മുഖ്യമന്ത്രി VD സതീശനായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ആനുകൂല്യം നൽകുന്നുണ്ടല്ലോ, ഒരു കരുതലുണ്ടല്ലോ. ആ കരുതലിൻ്റെ ഭാഗമായി രക്ഷപ്പെട്ടു പോകുന്നതാണ്. എത്ര കാലം ഈ കരുതലുണ്ടാകുമെന്നത് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് മാത്രം സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടായിട്ട് പോലും ആരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നത് നാം കണ്ടതാണ്. എന്തായാലും അതല്ല നമ്മുടെ വിഷയം. ഇവിടെ KSUവിൻ്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളി വീണ്ടും VD സതീശൻ. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം കിട്ടി. അത് വലിയ കാര്യമായിട്ടാണ് KSU നേതാക്കൾ പറയുന്നത്. പൊതുപരിപാടിയിൽ അലോഷ്യസ് സേവ്യറിനെ കണ്ട് മുഖം കൊടുക്കാതെ പോയ മുഖ്യമന്ത്രി VD സതീശനെ നാം കണ്ടതാണ്. അതൊന്നും മാറിയിട്ടുണ്ട്, മുഖം കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും നാണം കെട്ടു KSU നേതാക്കൾ. വീണ്ടും KSUവിനെ നാണം കെടുത്തി മുഖ്യമന്ത്രി VD സതീശൻ.